പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് രാഷ്ട്രീയമില്ല സാർ. അതിൽ ഭരണപക്ഷവും ഇല്ല, പ്രതിപക്ഷവും ഇല്ല. പാവപ്പെട്ടവരെ ഏത് വിധത്തിൽ സഹായിക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധയപ്പെടുത്തിക്കോട്ടെ. 2018 മുതൽ 2024 വരെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ പ്രത്യേകമായി നമുക്കൊരു അനുഭവമുണ്ട് സാർ. അത് സാധാരണ നിലയിൽ വീട് തകർന്നാൽ വീട് വെച്ച് കൊടുക്കാനോ വീടിൻ്റെ മെയിൻ്റനൻസിനോ STRF-ലെ പണമാണ് സാധാരണ ഉപയോഗിക്കുക. STRF-ലെ പണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് നന്നായിട്ട് അറിയുന്നത് പോലെ അദ്ദേഹം ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ നേതൃത്വം നൽകിയ 95,000 മുതൽ 1,10,000 രൂപ വരെ STRF-ൻ്റെ വീതമായി കൊടുക്കാൻ പറ്റുള്ളൂ സാർ. പക്ഷേ 2018 പ്രളയം ഉൾപ്പെടെ അതികഠിനമായ ദുരന്തങ്ങളെല്ലാം ഉണ്ടായപ്പോൾ, കുട്ടിക്കലിലും കൊക്കയാറിലുമുള്ള പ്രശ്നം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ ആ STRF-ൻ്റെ കൂട്ടത്തിൽ ബാക്കി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് CMDRF-ൽ നിന്ന് കൂട്ടി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി 75% കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മുഴുവൻ 4 ലക്ഷം രൂപ കൊടുത്തത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്, ഇന്ത്യയിൽ മറ്റെവിടെയില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നം ശരിയാണ്. മുഖ്യമന്ത്രി സഭയ്ക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് സഭ പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്, സർക്കാർ പൊതുവായി നടപ്പിലാക്കുകയാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ശ്രീ KV സുമേഷ്. സാർ, എൻ്റെ ചോദ്യം, നമ്മുടെ റവന്യൂവിൽ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റവന്യൂ മന്ത്രിക്ക് നേരിട്ട് പരാതി സ്വീകരിക്കാവുന്ന ഓൺലൈൻ സംവിധാനം ഉണ്ടോ എന്നതാണ്. സാർ, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ വന്നപ്പോൾ ചില ഇൻസ്പെക്ഷൻ മോഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കി, അതിന് പ്രത്യേകമായിട്ടുള്ള മൊഡ്യൂൾ തയ്യാറാക്കി പരാതി എന്ന പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കാനൊരു സംവിധാനം ഉണ്ടാക്കി. പക്ഷേ സാർ, ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പുതിയ അപ്ലിക്കേഷൻ കേരളത്തിൽ ഈ 100 ദിന പരിപാടികളുടെ ഭാഗമായിട്ട് വരികയാണ് സാർ. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആർക്കും നിർഭയമായി അവരുടെ കൃത്യമായ ധാരണയോടുകൂടി തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ എഴുതി തയ്യാറാക്കി അതിലേക്ക് നൽകിയാൽ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താതെ ഏതെങ്കിലും വിധത്തിൽ ഒരു അപകടവുമില്ലാതെ കൃത്യമായ നടപടിയെടുക്കാനും കൃത്യമായ മറുപടി മന്ത്രി തന്നെ നേരിട്ട് പരിശോധിക്കാനും കൊടുക്കാവുന്ന വിധത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ മന്ത്രി തന്നെ നേരിട്ട് നിയന്ത്രിക്കാവുന്ന വിധത്തിലൊരു ആപ്ലിക്കേഷൻ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സർ.